3 പാലങ്ങൾ നിർമ്മാണം ആരംഭിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഹരിപ്പാട് നിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് തൃക്കുന്നപ്പുഴ പാലം. ഈ മത്സ്യബന്ധന ഹാർബർ ഒന്ന് നവീകരിച്ച് മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ച് കൊടുക്കും എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് കാലങ്ങൾ എത്രയായി, ഇതുവരെയും അതിനുവേണ്ടി ഒരു ചെറു വിരൽ അനക്കിയിട്ടില്ലല്ലോ. ഇതൊന്നും നിങ്ങൾ നിങ്ങളുടെ MLA യോട് ചോദിക്കില്ലേ? പള്ളിപ്പാട് കുടിവെള്ള പദ്ധതി, അതിനു വേണ്ടിയിട്ട് പണിത കെട്ടിടങ്ങൾ പലതും കാട് കയറി നശിച്ചു പോവുകയും തീപിടിച്ചു പോവുകയും വരെ ചെയ്തു. എന്നിട്ടും പല വീടുകളിലും ഇപ്പോഴും വെള്ളം എത്താത്ത അവസ്ഥയാണ്. കുടിവെള്ളത്തിന് വേണ്ടി 2026 ഹരിപ്പാടിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഈ ഹരിപ്പാടുള്ള സിവിൽ സ്റ്റേഷൻ കോടതി കെട്ടിടങ്ങളുടെ അവസ്ഥ നോക്കുക. അവിടെ നിന്ന് കക്കൂസ് മാലിന്യം പൊട്ടി റോഡിലേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയാണ്. ഈ PR ഒക്കെ ചെയ്ത് ഉദ്ഘാടനം ചെയ്തതാണ്, പക്ഷെ അത് ഇതുവരെയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡ് കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള പ്രയോജനമില്ല. അപ്പൊ ബസ് സ്റ്റാൻഡ് KSRTCയുടെ ഇല്ല, എന്നാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടെ ആളുകൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നാണോ? അതുമില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടും MLAയുടെ ഭാഗത്തു നിന്നും ഈ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുക, അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് ശരിയാക്കുക, അങ്ങനത്തെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. മറിച്ച് ഡയാലിസിസ് സെന്റർ പൂട്ടിയിടുകയാണ് ചെയ്തത്. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിയിരിക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ജനങ്ങളും കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ്. അതായത് ഈ 5 വർഷം നമ്മുടെ മണ്ഡലത്തിലെ MLA എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടില്ല, നമ്മൾ ഏതൊക്കെ രീതിയിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നതൊക്കെ ഓർത്തുകൊണ്ടാണോ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? പലപ്പോഴും 4 വർഷം പൊളിഞ്ഞ റോട്ടിലൂടെ പോകുന്ന നമ്മൾ 5ാമത്തെ വർഷത്തെ ഇലക്ഷന് തൊട്ടു മുൻപ് MLA റോഡ് പണിത് തരുമ്പോൾ ആ 4 വർഷത്തെ കഷ്ടപ്പാട് മറന്ന് വീണ്ടും അയാൾക്ക് തന്നെ വോട്ട് ചെയ്യുന്ന കഴുതകളായിട്ടാണ് ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനിയും അങ്ങനെ മതിയോ? എന്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഹരിപ്പാട് മണ്ഡലത്തിലെ MLA ആയ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തയ്യാറാക്കിയ ഒരു കുറ്റപത്രമാണ്. അതായത് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഹരിപ്പാട് ജനങ്ങൾ ഇതുവരെ അനുഭവിച്ചത് എന്നതൊക്കെയാണ്. ഇത് വിചിന്തനം ചെയ്തുകൊണ്ട് വേണം അദ്ദേഹത്തെ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്നത് ഹരിപ്പാട് ജനങ്ങൾ ചിന്തിക്കാൻ. ഇത് എത്ര വലിയ കാര്യമാണോ എന്നാണോ? 25 കാര്യങ്ങൾ എണ്ണി അടയാളപ്പെടുത്തി അവർ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് നഷ്ടമായ 15 വർഷങ്ങൾ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കുറ്റപത്രത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 25 വർഷങ്ങളാണ് ഹരിപ്പാട് നഷ്ടമായത്. കാരണം 5 തവണ ഇദ്ദേഹം MLA ആയിട്ടുണ്ട്, തുടർച്ചയായിട്ടല്ല എന്ന് മാത്രം. ഒരു വികസനവും ഉണ്ടായിട്ടില്ലെന്നാണോ? ഒന്നാമതായി ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ പറ്റിയാണ്. ഒരുപാട് കൊട്ടിഘോഷിച്ച് ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ആ പദ്ധതി ഇതുവരെ നടപ്പിലായിട്ടില്ല. ഏതുവരെ നടപ്പിലായി? കുറെ ബിനാമി ആളുകൾ സ്ഥലം വാങ്ങിക്കൂട്ടി, മാഫിയകൾ, അതാണ് ആകെ നടപ്പിലായത് എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയ അവസ്ഥയാണ്. നമുക്കറിയാം, ഒരു ആക്സിഡന്റ് സോണാണ്. എപ്പോഴും അടിയന്തരമായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൃത്യമായിട്ട് ICU പ്രവർത്തിക്കുന്നില്ല, CCU പ്രവർത്തിക്കുന്നില്ല, അതുപോലെ മെച്ചപ്പെട്ട കാഷ്വാലിറ്റി സംവിധാനവും ഇല്ല. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്ലഡ് ബാങ്ക് വരെ നിർത്തലാക്കിയ നിലയിലാണ്. ഇപ്പോൾ അവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ ആണോ എന്ന് പോലും അറിയില്ല. കിടത്തി ചികിത്സ ഒന്നും തന്നെ ഇല്ല. രണ്ടാമതായി അവിടെ ഡയാലിസിസ് സെന്ററിലുണ്ടായ അണുബാധ മൂലം, അതായത് ശുചിത്വത്തിന്റെ കുറവ് മൂലം 2 രോഗികൾ മരണപ്പെടുന്ന സംഭവം ഉണ്ടായി. അത് വലിയ വിവാദമായതാണ്, പക്ഷെ ഒതുക്കി. ഇതൊക്കെ സംഭവിച്ചിട്ടും MLAയുടെ ഭാഗത്തു നിന്നും ഈ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുക, അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് ശരിയാക്കുക, അങ്ങനത്തെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. മറിച്ച് ഡയാലിസിസ് സെന്റർ പൂട്ടിയിടുകയാണ് ചെയ്തത്. അടുത്തതായി മെൻഷൻ ചെയ്തിരിക്കുന്നത് തൃക്കുന്നപ്പുഴ CHC, അതായത് അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീരദേശ മേഖലയാണ്. അവിടെ രാത്രികളിലൊക്കെ ഡോക്ടർമാരുടെ ഒരു സേവനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് അത് വലിയൊരു ആശ്വാസമാണ്. ഒരുപാട് നാളുകളായി ഇതിനെ പറ്റിയിട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നു. രമേശ് ചെന്നിത്തല എന്ന MLA തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ്. അടുത്തതായി KSRTC ബസ് സ്റ്റാൻഡ് വലിയ കൊട്ടിഘോഷിച്ച് വലിയ വാർത്തയാക്കി PR ഒക്കെ ചെയ്ത് ഉദ്ഘാടനം ചെയ്തതാണ്, പക്ഷെ അത് ഇതുവരെയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡ് കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള പ്രയോജനമില്ല. അപ്പൊ ബസ് സ്റ്റാൻഡ് KSRTCയുടെ ഇല്ല, എന്നാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടെ ആളുകൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നാണോ? അതുമില്ല. KSRTC സ്റ്റാൻഡിന്റെയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊക്കെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വന്നാലാണ് ഉപകാരം എന്നിരിക്കെ ഒരു പ്രയോജനം ഇല്ലാതെ ഗാണാപ്പടി മത്സ്യ മാർക്കറ്റിന്റെ ഉള്ളിൽ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനായിട്ട് പൈസ ചെലവഴിച്ച് അത് പരാജയപ്പെടുകയാണ് ഉണ്ടായതത്ര. ഇനി ഹരിപ്പാടുള്ള സിവിൽ സ്റ്റേഷൻ കോടതി കെട്ടിടങ്ങളുടെ അവസ്ഥ നോക്കുക. അവിടെ നിന്ന് കക്കൂസ് മാലിന്യം പൊട്ടി റോഡിലേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാത്റൂം സംവിധാനം പോലും ഇല്ല. സ്ത്രീകളടക്കം ജോലി ചെയ്യുകയും അതുപോലെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു പോവുകയും ചെയ്യുന്ന ഒരു കെട്ടിടമാണെന്ന് ആലോചിക്കണം. ഈ 5 തവണ MLA ആയിട്ടും ഈ കെട്ടിടം ഒന്ന് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ മിനിമം അറ്റകുറ്റപ്പണികളെങ്കിലും തീർക്കാനോ രമേശ് ചെന്നിത്തല എന്ന MLA മെനക്കെട്ടിട്ടില്ല. ലിഫ്റ്റിന് അവിടെ സ്ഥിരമായിട്ട് കേടുപാടുകൾ സംഭവിക്കുകയാണ്. കേടുപാടെന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല. പലപ്പോഴും പ്രായമുള്ള ആൾക്കാരടക്കം ലിഫ്റ്റിൽ കയറിയിട്ട് ലിഫ്റ്റ് സ്തംഭിച്ചു പോകുക, അവർ അതിനകത്ത് പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓൾറെഡി ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും? ഇത്രയും ഗുരുതരമായ
കാര്യങ്ങളാണ് സിവിൽ സ്റ്റേഷൻ നടക്കുന്നത് ഹരിപ്പാട്. ഇതൊന്നും പോരാതെ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമമാണ് ആ മണ്ഡലം നേരിടുന്നത്. വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമം എന്ന് പറഞ്ഞാൽ പൊട്ടിഘോഷിച്ച ഒരു പദ്ധതി അവിടെ കൊണ്ടുവന്നു, പള്ളിപ്പാട് കുടിവെള്ള പദ്ധതി. അതിനു വേണ്ടിയിട്ട് പണിത കെട്ടിടങ്ങൾ പലതും കാട് കയറി നശിച്ചു പോവുകയും തീപിടിച്ചു പോവുകയും വരെ ചെയ്തു. എന്നിട്ടും പല വീടുകളിലും ഇപ്പോഴും വെള്ളം എത്താത്ത അവസ്ഥയാണ്. കുടിവെള്ളത്തിന് വേണ്ടി 2026 ഹരിപ്പാടിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നതല്ലാതെ ഇത് പൂർത്തീകരിക്കാനോ ജനങ്ങൾക്ക് ഉപയോഗമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാനോ രമേശ് ചെന്നിത്തല എന്ന MLA സമയമില്ല. മണ്ഡലത്തിൽ ഒരിടത്തും ഈ കഴിഞ്ഞ വർഷങ്ങൾ MLA ഇരുന്നിട്ട് പൊതു ശൗചാലയം അല്ലെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്താൻ ഈ MLA സാധിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയൊരു ഭരണ പരാജയമായിട്ട് മാത്രമേ അടയാളപ്പെടുത്താൻ സാധിക്കൂ. പൊതുവായിട്ട് റോഡിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പുകൾ അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഇനിയും ഇങ്ങനെ തന്നെ തുടരണം എന്നാണെങ്കിൽ മാത്രമേ ഈ MLA തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. പിന്നെ സ്ഥിരം കേരളത്തിൽ കാണുന്ന ഒരു വലിയൊരു പ്രതിഭാസം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അതൊന്നും ശരിയാക്കിയിട്ടില്ല, ശരിയാക്കുകയുമില്ല. പരസ്യത്തിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ന്യൂയോർക്കിനെ അനുസ്മരിപ്പിക്കുന്ന റോഡുകൾ ഉള്ളത്. യാഥാർത്ഥ്യത്തിൽ ഇല്ല. നാഷണൽ ഹൈവേ അല്ലാതെ ഒരൊറ്റ ഇടറോഡുകളും മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിലുള്ളതല്ല. എനിക്ക് ബലമായിട്ടുള്ള സംശയമുണ്ട് ഇവര് ഈ സ്പെയർ പാർട്സുകാരുടെ കയ്യിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് റോഡ് ഇങ്ങനെ ഇടുന്നതെന്ന്. കാരണം ഡെയിലി ആൾക്കാർക്ക് വണ്ടിക്ക് പണിയാണ്. അതിനുവേണ്ടി മാത്രം ഒരു ഫണ്ട് ഇങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയാണ് സാധാരണക്കാരൻ്റെ. ഇനി ഇന്നത്തെ ജനങ്ങളുടെ സ്വാഭാവികമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും സ്വകാര്യമായിട്ട് വാഹനമുണ്ട്, അത് ഇരുചക്ര വാഹനമുണ്ട്, അതുപോലെ കാറ് പോലത്തെ വാഹനമുണ്ട്. ഇതൊന്നും പാർക്ക് ചെയ്യാനായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇതുവരെ മണ്ഡലത്തിൽ ഒരുക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല രമേശ് ചെന്നിത്തല എന്ന MLA ഇങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ട് എന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അല്ല, മുന്നോട്ട് ചിന്തിക്കുന്ന നേതാക്കൾക്ക് മാത്രമേ ഇതൊക്കെ ഒരു ആവശ്യകതയാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇദ്ദേഹം പദ്ധതി കൊണ്ടുവരുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, പിന്നെ കളഞ്ഞിട്ട് പോകുന്നു. പദ്ധതി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പോലും ചിന്തിക്കുന്നില്ല. 3 പാലങ്ങൾ നിർമ്മാണം ആരംഭിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഹരിപ്പാട് നിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് തൃക്കുന്നപ്പുഴ പാലം, മറ്റൊന്ന് ചെറുതന പെരുമാങ്കര പാലം, മറ്റൊന്ന് കരുവാറ്റ കുറിച്ചിക്കൽ പാലം. ഇത് 3 സ്തംഭിച്ച് നിൽക്കുകയാണ്. ഹരിപ്പാട് സ്തംഭിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഹരിപ്പാട്ടിലെ ജനങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾക്ക് ഇനിയും രമേശ് ചെന്നിത്തല തന്നെ വേണോ? സ്തംഭിച്ച് നിൽക്കാനാണോ ഭാവം? 2014 ലക്ഷക്കണക്കിന് രൂപ മുടക്കി KV ജെട്ടിയിൽ ഒരു തൂക്കുപാലം നിർമ്മിച്ചു. അതിപ്പോ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, തുരുമ്പ് പിടിച്ച് ആകെ നശിച്ചൊരവസ്ഥയിലുമാണ്. ഒന്നും ചെയ്തിട്ടില്ല. അതിനെ ഒന്ന് റെഡിയാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ആ പാലം അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഹരിപ്പാടിലെ ജനങ്ങളുടെ മേളിൽ 25 വർഷമായിട്ട് ഈ MLA തൂങ്ങിക്കിടക്കുന്ന പോലെ. തീരദേശ മേഖലകളിൽ ഒരിടത്തും കടൽ ഭിത്തി നിർമ്മിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കടൽ കയറുന്ന സമയങ്ങളിൽ എല്ലാം ആളുകൾ ഭയങ്കര ദുസ്സഹമായ അവസ്ഥയിലാണ്. അവരെപ്പോഴും ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നു. അവര് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സംഗതികളെല്ലാം തന്നെ ഒലിച്ചു പോകുന്നു. ഒരു രീതിയിലും അതൊന്ന് തടയാനോ അവർക്ക് പുനരധിവാസത്തിനോ ഒന്നും തന്നെ ഈ MLA ചെയ്തിട്ടില്ല. എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ MLA? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കൊച്ചിയിൽ പോലും അതൊക്കെ വന്നു കഴിഞ്ഞു. ഹരിപ്പാട് ഇപ്പോഴും അതൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം നാണക്കേടാണ്. ഹരിപ്പാടിലെ ജനങ്ങളെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇതൊന്നും ചെയ്യാത്തൊരു MLA വീണ്ടും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കുന്നത്? അതുപോലെ തന്നെ തീരദേശത്തുള്ള റോഡുകൾ, ഈ കടൽ കയറുന്ന സമയത്ത് ഈ റോഡുകൾ അടിച്ച് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ വരുന്നു, വാനിഷ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥ വരുന്നു. കോൺക്രീറ്റ് റോഡുകൾ കുറച്ചും കൂടി ഉറപ്പുള്ളത് പണിത് കൊടുക്കാം എന്ന് വാഗൊണ്ട് പറയുന്നതല്ല, അത് ഇതുവരെ പണിത് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ മണ്ണെല്ലാം കൂടി അടിച്ച് ആ റോഡ് ആകെ നാശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഓരോ സമയത്തും ഇവർ ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഒരുവിധം ജീവിതം കരി പിടിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അടുത്തതായിട്ട് കടൽ കയറും. ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇനിയും തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ മതിയോ? ഈ മത്സ്യബന്ധന ഹാർബർ ഒന്ന് നവീകരിച്ച് മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ച് കൊടുക്കും എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് കാലങ്ങൾ എത്രയായി? ഇതുവരെയും അതിനുവേണ്ടി ഒരു ചെറു വിരൽ അനക്കിയിട്ടില്ലല്ലോ. ഇതൊന്നും നിങ്ങൾ നിങ്ങളുടെ MLA ചോദിക്കില്ലേ? അനധികൃത കരിമണൽ ഖനനം മൂലം എത്ര വർഷങ്ങളായി നിങ്ങൾ അവിടെ ദുരിതം അനുഭവിക്കുന്നു? അതിനെതിരെ സമരം ചെയ്യുന്നു, വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നു, ന്യൂസ് വരുന്നു. എന്ത് മാറ്റം ഉണ്ടായി? ഒരു മാറ്റം ഉണ്ടായില്ല. MLAക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം എന്താണ് പറയാം? നമ്മൾ ഭരണപക്ഷമല്ലല്ലോ. ഭരണപക്ഷം ആണെങ്കിൽ ഇപ്പൊ മല മറിച്ചേനെ ഉണ്ടായിരുന്നല്ലോ ഇതിനു മുമ്പ് ഭരണപക്ഷത്ത്. അന്നേരം എന്തൊക്കെ ചെയ്തായിരുന്നു? ഹരിപ്പാട് ടൂറിസത്തിന് വൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇത്രയും നാളുകൊണ്ട് അവിടുത്തെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കാനായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. ഇനി കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിൽ വലിയ അഴിമതിയിൽ മുങ്ങിയ കഥകളാണ് പുറത്തു വന്നത്. കാർത്തികപ്പള്ളി തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നെൽപ്പുരക്കടവ് ഫാം ടൂറിസം, പിള്ളത്തോട് നവീകരണം, ഇതൊക്കെ വെറുതെ ഹരിപ്പാടുകാരെ പറഞ്ഞു പറ്റിക്കുന്ന പദ്ധതികൾ മാത്രമായിട്ട് ഒതുങ്ങി. എന്നാൽ ഇതിന്റെ മറവിൽ കോടികൾ അഴിമതിയും ഉണ്ടായിട്ടുണ്ട്. ടൂറിസം എന്ന് പറയുന്നത് എവിടെയും എത്താത്ത രീതിയിലാണ് ഇപ്പോഴും ഹരിപ്പാട് നിൽക്കുന്നത്. ഹരിപ്പാടത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ടൂറിസം എന്നൊരു സാധ്യത കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ തുടർന്നാൽ മതിയോ? ഹരിപ്പാടുകാർക്ക് ഒരു പുതിയ ഫയർ സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? 15 വർഷം മുമ്പ് നിങ്ങൾക്ക് പുതിയൊരു ഫയർ സ്റ്റേഷൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് തറക്കല്ലിട്ടതാണ്. 15 വർഷമായിട്ട് ആ തറക്കല്ലിൽ നിന്ന് ഒരടി മുന്നോട്ട് പൊങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഒരു ഫയർ സ്റ്റേഷൻ പോലും പുതിയതായിട്ട് സെറ്റ് ചെയ്ത് തരാൻ പറ്റാത്ത ഒരു MLA എത്ര കഴിവില്ലാത്തൊരു MLA ആയിരിക്കും? ഇനി മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കർഷകരുടെ അവസ്ഥ ഒന്ന് നോക്കുക. കർഷകരുടെ അവസ്ഥയ്ക്കും വലിയ മാറ്റമൊന്നുമില്ല. ഓരോ കർഷകരുടെ കൃഷി സ്ഥലത്തേക്ക് കയറി വരുന്നത് തടയാനായിട്ട് യാതൊരു രീതിയിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന് ഒരു സ്ഥിരം സംവിധാനം ചെയ്ത് കൊടുക്കാമെന്ന്
വാഗ്ദാനം ചെയ്തതല്ലാതെ ഒരു രീതിയിലും അത് നടപ്പിലാക്കിയിട്ടില്ല. പാടശേഖരത്തിൽ ബണ്ട് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കി തരും എന്ന് വാഗുകൊണ്ട് പറഞ്ഞതല്ലാതെ രമേശ് ചെന്നിത്തല എന്ന MLA കൊണ്ട് കർഷകർക്കും പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന് നല്ല രീതിയിലുള്ള ഒരു സംവിധാനം ഇതുവരെയും ഹരിപ്പാട് കൊണ്ടുവരാനായിട്ട് ഈ MLAക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ ആളുകൾ മാലിന്യങ്ങൾ ജലാശയങ്ങളിലൊക്കെ തന്നെയാണ് തള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട് വൃത്തികേടായി തന്നെയാണ് നടക്കുന്നത്. വെള്ളത്തിൽ ഇത്രയധികം അഴുക്ക് കയറുന്ന സമയത്ത് അത് വലിയ രീതിയിൽ അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു സന്തുലിത അവസ്ഥയെയും ആവാസ വ്യവസ്ഥയെയും അതുപോലെ ഈ കൃഷിയെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് അത് നല്ല രീതിയിൽ സംസ്കരിച്ച് ജൈവ മാലിന്യങ്ങളൊക്കെ വളമായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ സാധ്യതകൾ അതിന്റെ പിറകിലുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. 25 വർഷമായിട്ട് ചെയ്യാത്തത് ഇനി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ വ്യവസായ പാർക്ക് കൊണ്ടുവരും, തൊഴിൽ പദ്ധതി കൊണ്ടുവരും എന്നൊക്കെ കൊണ്ട് തള്ളുന്നതല്ലാതെ ഒരു സംഗതിയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് യുവാക്കൾക്ക് വേണ്ടി പുതിയ ഒരു സംരംഭം പോലും ഈ MLAയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടില്ല. പല ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിക്കാണും. അല്ല, ഇങ്ങനെ പണി അതാണെന്നാണല്ലോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ പാലുകാച്ചിന് പോവുക, കല്യാണത്തിന് പോവുക, MP MLA എന്ന് വെച്ചാൽ അതാണെന്നാണ് ജനങ്ങൾ വരെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇവരെ, അല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. അതാ ഇദ്ദേഹത്തെ കണ്ടില്ലേ, മഴക്കാലത്ത് ഉണ്ടാവുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് സമഗ്ര ഡ്രെയിനേജ് പദ്ധതി കൊണ്ടുവരുമെന്നൊരു വാഗ്ദാനം കൊടുത്തിട്ട് ആ വഴി പോയതാ. ഇതേവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മഴവെള്ളം ഇപ്പോഴും ആൾക്കാരുടെ വീടിനകത്ത് കയറുന്ന അവസ്ഥയിലാണുള്ളത്. വെള്ളക്കെട്ടിൽ ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, തീരദേശവാസികളായാലും കർഷകരായാലും എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഹരിപ്പാട് ഒരു മാറ്റമില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നിലവാരമുള്ള ഒരു സ്ഥാപനം കൊണ്ടുവരാനായിട്ട് ഇതുവരെ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഹരിപ്പാടിലെ കുട്ടികൾ അന്യ സംസ്ഥാനത്ത് അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് പോയിട്ട് പഠിക്കുന്നത്. ഇപ്പോഴും ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പോലും ഹരിപ്പാട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. കുട്ടികളെല്ലാവരും പുറത്തു പോകണം, മുന്നോട്ടൊരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ എന്ന അവസ്ഥയാണ്. അങ്ങനെ തുടർന്നാൽ മതിയോ? നിങ്ങളുടെ MLA ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നാടിന് ഭാവി ഉണ്ടാകുന്നേ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നേ. ആ വഴി ഒന്ന് പരീക്ഷ നോക്കൂടെ? ഇനി ഹരിപ്പാടെ കായിക താരങ്ങളുടെ അവസ്ഥ നോക്കുക. അവർക്ക് പ്രയോജനമായിട്ടുള്ള യാതൊരു പദ്ധതികളും ഉണ്ടായിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ പറയുക സഹായം കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുക, എന്തെങ്കിലും ഒരു സംരംഭം ഒന്നുമില്ല. അവരെ തിരിഞ്ഞേ നോക്കിയിട്ടില്ല. ഹരിപ്പാട് കായിക താരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ MLAക്ക് അതൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും. അതാണ് അവസ്ഥ. 25 വർഷമായിട്ട് രമേശ് ചെന്നിത്തല നിങ്ങളുടെ MLA ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹരിപ്പാട് മണ്ഡലത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിസ്ഥലം പോലും ഇല്ല. ഇക്കൊണ്ട കാലത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പാർക്കോ കളിസ്ഥലമോ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു MLA ആണ് രമേശ് ചെന്നിത്തല. കഷ്ടം. കേരളത്തിൽ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ അന്യായമായിട്ടുള്ള തെരുവുനായ ശല്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഹരിപ്പാട്. കുട്ടികളെ തെരുവ് നായകൾ ആക്രമിച്ച സംഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് എത്ര ദാരുണമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ പേവിഷബാധ ഏറ്റ് കുട്ടികൾ മരിക്കുന്നത് ഈ തെരുവ് നായകൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ്. അവർക്ക് വന്ധ്യംകരണം നടത്തുന്നു, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കുന്നു. ഇതൊക്കെ വാഗൊണ്ട് പറയുന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ പറ്റാത്തതാണോ? അല്ലല്ലോ. നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ BJP പിടിച്ചപ്പോഴേ ഒരു മേയർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊന്നാണ് ഈ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി എത്ര നീറ്റായിട്ടാണ് ഭക്ഷണം കൊടുത്ത്, മരുന്ന് കൊടുത്ത്, പരിപാലനം കൊടുത്ത് അതുങ്ങളെ അവിടെ പാർപ്പിക്കുന്നത്. അതുപോലെ വന്ധ്യകരണം ചെയ്ത് ഇവരിനി പെരുകാതെ നോക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്നുള്ളതല്ലല്ലോ. ഇങ്ങനത്തെ കഴിവേട്ട ആൾക്കാർക്ക് വീണ്ടും വീണ്ടും വോട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ഇതിനൊന്നും തീരുമാനമാകില്ല. ഹരിപ്പാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സന്ദീപ് ബചസ്പതിയാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എന്തെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു പോകും. അദ്ദേഹത്തിന് അത്രയും അറിവുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആ പാർട്ടിക്കും അറിവുണ്ട്. ഇപ്പൊ ഞാൻ ഈ എണ്ണി പറഞ്ഞ 25 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്താണോ? ഹരിപ്പാട് ജനങ്ങളെ അവരെ നോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? ഇത് മാറ്റാനാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ മത്സരിക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണ്ട, മറിച്ച് നിങ്ങൾക്കാണ് അവരെ വേണ്ടത്. ഹരിപ്പാട് പിടിച്ചടക്കിയിട്ട് അവർക്കൊന്നുമില്ല. അവരൊരു നാഷണൽ പാർട്ടിയാണ്. പക്ഷേ ആ നാഷണൽ പാർട്ടിയിൽ ഒരു MLA നിങ്ങൾക്കുണ്ടായാൽ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ ആ MLAയുടെ വക ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ തൃശ്ശൂർ സംഭവിക്കുന്നത്, തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്, ഹരിപ്പാട് സംഭവിക്കണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യൂ. തുടർന്ന് കാണുക പോളി ന്യൂസ്.